ഹലോ ഗായ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നൊരു ചെറിയ വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന്. ഈ ബൊമ്മ ഞാൻ മേടിച്ചിട്ട് 1 വർഷമായിട്ട്. എൻ്റെ മൂത്ത മോൾക്ക് മേടിച്ചതാണെങ്കിലും ഞാനത് അവൾക്ക് കളിക്കാൻ കൊടുക്കില്ല. കാരണം അവളെക്കാട്ടിലും എനിക്കാണത് ഒന്നും കൂടി ഇഷ്ടം. പിന്നെ ഇപ്പോൾ അലമാറിനടുത്ത് വെളിയിലിട്ടാണ് കേട്ടോ കുട്ടിക്ക് കളിക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ നോക്കണതാ ആൾ ഫുള്ള് റൊട്ടേറ്ററാണ്. രാവിലെ തന്നെ മോൾക്ക് കുറുക്കുണ്ടാക്കുകയാണ്. കാരണം പിന്നെ വിശന്ന് അവൾ നിൽക്കില്ല. നുറുക്ക് ഗോതമ്പിൻ്റെ കുറുക്കാണ് കേട്ടോ കൊടുക്കണം. ഇത് കഴിഞ്ഞ് ഞാൻ മെല്ലെ വാതിൽ തുറന്നു. കണ്ടതാ വീട്ടിൻ്റെ ഫ്രണ്ടിൽ സൂപ്പറായ ക്ലൈമറ്റ്. ഭയങ്കര തണുപ്പാണ് ഇവിടെ. രാവിലെ തന്നെ നല്ല സൗണ്ട് ഉണ്ടായിരുന്നു കേട്ടോ. കിളിൻ്റെയും പിന്നെ മയിൽ കത്തുണ്ടായിരുന്നു, മയിലിൻ്റെ സൗണ്ട് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറുക്കൊക്കെ കൊടുത്ത് ചെറിയാളിനെ ഉറക്കി. പിന്നെ ഇന്നലത്തെ കറി ഉണ്ടായിരുന്നു, ചാറുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ നല്ല തിക്കായിരിക്കണം, കുറച്ച് പച്ചവെള്ളമൊക്കെ ഒഴിച്ച് അത് ചൂടാക്കാൻ വെച്ചു. ഒരു ദിവസം ചാറ് വെച്ചാൽ അത് കറി വെച്ചാൽ നമ്മൾ 1.5 ദിവസത്തേക്ക് എത്തിക്കണ്ട. പിറ്റേ ദിവസം ഉച്ചയ്ക്കോ അല്ലെങ്കിൽ രാവിലേക്കോ ഉള്ളത് നമ്മൾ റെഡിയാക്കും. അതൊക്കെ ചൂടാക്കി കിച്ചൺ കൗണ്ടറൊക്കെ കുറച്ച് പണിയൊക്കെ ഉണ്ട്. എന്നാലും ഭയങ്കര ബിസിയെന്ന് പറഞ്ഞാൽ രാവിലെ എണീച്ച് ചെറിയ ആൾക്ക് കുറുക്കും കൊടുക്കണം, മൂത്ത ആളിനെ സ്കൂളിലേക്ക് വിടണം. ഇന്ന് അവളെ എണീച്ചിട്ടുമില്ല. അവൾ ഉറങ്ങി എണീക്കുന്ന സമയം 8 മണി. 9:30 ക്ലാസ്സിൽ കൊണ്ട് വിടണം. ഞങ്ങൾക്ക് ഇല്ലാത്ത സമയമായതുകൊണ്ട് ഞാൻ തന്നെ ഇവിടുന്ന് നടന്ന് കൊണ്ടുപോകണം. പിന്നെ രാവിലേക്ക് മെല്ലെ എണീറ്റ് വന്നു. അവൾക്കുള്ള കറി ഉണ്ടായി, ദോശയും ചുട്ട്. അപ്പോൾ രാവിലെ അവൾക്ക് ദോശ ഉണ്ടാക്കി, പിന്നെ കറിയും കൊടുത്ത് വന്നു. ക്യാമറ ഓണാക്കി വെച്ചിരിക്കുമ്പോൾ നോക്കുകയാണ് എന്താ അമ്മച്ചി കാണിക്കണതെന്ന് പറഞ്ഞിട്ട്. ഒക്കെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ നടന്ന് കൂട്ടിയിട്ട് പോകണം. ചെറിയ ആളിനെയും കൊണ്ടുപോകണം, വലിയ ആളിനെയും കൊണ്ടുപോകണം. വലിയ ആളിനെ സ്കൂളിലേക്ക് പോകണം. എക്സാമാണെന്നൊക്കെ, കളർ എക്സാം ആയിരുന്നേ. അപ്പോൾ കളറിങ്ങാണ്, നമുക്ക് ഫിഷായിരുന്നു കളറിങ്. ഞാൻ പറഞ്ഞത് നടന്ന് പോകണം. ഇവിടുന്ന് ഒരു 2 കിലോമീറ്ററിൻ്റെ അടുത്തുണ്ടാവും. അങ്ങനെ ആ പണി കഴിഞ്ഞു. ഇനിയിപ്പോൾ അത് അവൾക്ക് വാരി കൊടുക്കണം, അല്ലാണ്ട് അവൾ കഴിക്കില്ല. അവൾക്ക് ഒരു ദോശയൊക്കെ മതി. കാരണം ബാക്കി 2 ദോശ എനിക്ക്, കാരണം എനിക്ക് വിശക്കും. ചിലപ്പോൾ ഇവിടുന്ന് നടന്നു പോകണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഓട്ടോ മടക്കോട്ടോ ഉണ്ടെങ്കിൽ ഞാൻ അതിലാണ് പോവുക. അടുത്ത പണി ഇതാണ്. ഇത്തിരി റിസ്ക്, കുറച്ചധികം തന്നെ നിൽക്കണം. അവൾക്ക് വാരി കൊടുക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ തന്നെ ഞാനും കഴിക്കും. കാരണം നമ്മൾ അവളെ വിട്ട് റിട്ടേൺ വരുമ്പോഴേക്കും സമയം 10:30 ആ സമയമൊക്കെ ആവും. നടന്ന് പോകുന്നത് കൊണ്ടും നല്ല വിശപ്പുണ്ടാവും. അപ്പം അത്രേ ഉള്ളൂ. ബായ്.